ക്രിസ്തുവിലുള്ള സഹോദരന്മാരെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. കാലത്തിനു മുമ്പ്, ചരിത്രത്തിനു മുമ്പ്, നമ്മുടെ വിശ്വസ്തതയ്ക്കും നമ്മുടെ പരാജയങ്ങൾക്കും മുമ്പ് വചനം ഉണ്ടായിരുന്നു. ഈ വചനം അകലെ നിന്നില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം ഒരു ആശയം അയച്ചില്ല. അവൻ തന്നെത്താൻ അയച്ചു. അവൻ നമ്മുടെ കഥയിലേക്ക് പ്രവേശിച്ചു. അവൻ ബന്ധം തിരഞ്ഞെടുത്തു. ഇന്ന് വചനം നമ്മോട് ഒരു ഗൗരവമേറിയ ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ അവസാനം വരെ വിശ്വസ്തത പുലർത്തുമോ? വിശുദ്ധ യോഹന്നാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളെ, ഇത് അവസാന മണിക്കൂറാണ്. ഒരു ഘടികാരത്തിലെ ഒരു മണിക്കൂറല്ല, മറിച്ച് തീരുമാനത്തിന്റെ സമയമാണ്. അവസാന മണിക്കൂർ പുനരുത്ഥാനത്തോടെ ആരംഭിച്ചു. പെന്തെക്കോസ്തു തീയാൽ ജ്വലിക്കുന്നു. ക്രിസ്തു മടങ്ങിവരുന്നതുവരെ നീണ്ടുനിൽക്കുന്നു. ഇത് വിശ്വസ്തതയുടെ മണിക്കൂറാണ്. പ്രവാചകനായ യെഹെസ്കേൽ മൃദുലതയോടെ സംസാരിക്കുന്നു. നീതിമാൻ പിന്തിരിഞ്ഞാൽ അവന്റെ മുൻകാല നന്മകൾ അവനെ രക്ഷിക്കില്ല. പാപി പിന്തിരിഞ്ഞാൽ അവന്റെ പാപങ്ങൾ ഇനി ഓർമ്മിക്കപ്പെടില്ല. പ്രധാനം നാം എങ്ങനെ തുടങ്ങുന്നു എന്നതല്ല, പക്ഷേ നമ്മൾ എങ്ങനെ അവസാനിക്കുന്നു എന്നതാണ്. നമ്മുടെ ലോകത്തെ സത്യസന്ധമായി നോക്കുക. പൂട്ടിയ വാതിലുകൾക്ക് പിന്നിലെ ഭയം. ജനനത്തിനു മുമ്പ് ജീവിതങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. മുറിവേറ്റവരുമായ യുവമനസ്സുകൾ. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. അപവാദവും വിഭജനവും മൂലം സഭ നടുങ്ങുന്നു. ഇരുട്ട് യഥാർത്ഥമാണ്. എന്നിട്ടും യേശു ഇപ്പോഴും വാഴുന്നു. കൃപ പാപത്തേക്കാൾ ശക്തമാണ്. വെളിച്ചം ഇരുട്ടിനേക്കാൾ ശക്തമാണ്. കരുണ പരാജയത്തേക്കാൾ വലുതാണ്. എന്നാൽ കൃപ ഒരിക്കലും സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നില്ല. വചനം ഇപ്പോഴും ചോദിക്കുന്നു, നീ നിലനിൽക്കുമോ? ഒരു യഥാർത്ഥ കഥയുടെ പ്രാധാന്യം ഇവിടെയാണ്. മരിയെക്കുറിച്ച് ചിന്തിക്കുക. 30 വർഷക്കാലം അവൾ ഒരു വിശ്വസ്തയായ ഭാര്യയും അമ്മയുമായിരുന്നു. പാരിഷ് ജീവിതത്തിൽ സജീവമായിരുന്നു. ആശ്രയോഗ്യയായി അറിയപ്പെട്ടിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ മധ്യത്തിൽ സമ്മർദ്ദം കടന്നുവന്നു. ജോലി ആവശ്യപ്പെടുന്നതായി മാറി. പ്രാർത്ഥന തിരക്കിൽ അകപ്പെട്ടു. കൂദാശകൾ അകന്നു. പിന്നെ ഒരു കാര്യം. ആദ്യം നിശബ്ദം. മറഞ്ഞിരിക്കുന്നു. വിനാശകരമായത്. അവൾ ദൈവത്തിൽ നിന്നും തന്നിൽ നിന്നും അകന്നു. പിന്നെ ഒരു ദിവസം എസെക്കിയേലിൽ നിന്ന് അവൾ വചനം കേട്ടു. ദുഷ്ടൻ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ ജീവിക്കും. അപലപനമല്ല, ഒരു ക്ഷണമാണ്. മരിയ കരഞ്ഞു. അവൾ കുറ്റസമ്മതം നടത്തി. അവൾ മടങ്ങി. അവൾ തന്റെ വിവാഹം പുനർനിർമ്മിച്ചു, പതുക്കെ, വേദനാജനകമായി, സത്യസന്ധമായി. അവൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി. ഇന്ന് അവൾ ലളിതമായി പറയുന്നു, എന്റെ മുൻകാല പാപങ്ങൾ എന്റെ കഥയുടെ അവസാനമായിരുന്നില്ല. കൃപ എന്നെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ഇത് ലജ്ജാകരമായ ഒരു കഥയല്ല. ഇത് ശേഷിക്കുന്നതിന്റെ ഒരു കഥയാണ്. ഇനി കുരിശിലേക്ക് നോക്കൂ. നല്ല കള്ളനെ യേശു തൂക്കിയേറ്റുന്ന അരികിൽ. പാഴായ ഒരു ജീവിതം. ഒരു അവസാന മണിക്കൂർ. അവൻ മുഖം തിരിച്ചു പറയുന്നു, യേശുവേ, എന്നെ ഓർക്കുക. യേശു ഉത്തരം നൽകുന്നു, ഇന്ന് നീ എന്നോടൊപ്പം പരദേശത്തായിരിക്കും. തിരിച്ചുവരാൻ ഒരിക്കലും വൈകിയിട്ടില്ല. എന്നാൽ ഇത് വ്യക്തമായി കേൾക്കൂ. അവസാന നിമിഷത്തെ സ്നേഹം മാത്രം ദൈവം ആഗ്രഹിക്കുന്നില്ല. അവസാനം വരെ സഹിച്ചുനിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രഹസ്യരക്ഷണം ഇല്ല. വാഗ്ദാനങ്ങൾ ചെയ്ത് ആശ്വാസമില്ല. സ്ഥിരോത്സാഹം മാത്രം. വചനം ജഡമായി തീർന്നു. ദൂരെ നിന്ന് അഭിനന്ദിക്കപ്പെടാനല്ല, മറിച്ച് അടുത്ത് പിന്തുടരാനാണ്. വിശുദ്ധ യോഹന്നാൻ നമ്മോട് പറയുന്നു, ആരംഭം മുതൽ നിങ്ങൾ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. യേശു പറയുന്നു, നീ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. നിലനിൽക്കുന്നത് ഒരു വികാരമല്ല. അത് ഒരു ദൈനംദിന തിരഞ്ഞെടുപ്പാണ്. ശ്രദ്ധ വ്യതിചലനം എളുപ്പമാകുമ്പോൾ പ്രാർത്ഥന തിരഞ്ഞെടുക്കുക. നുണകൾ ജനപ്രിയമാകുമ്പോൾ സത്യം തിരഞ്ഞെടുക്കുക. ദിവ്യകാരുണ്യ ആരാധന തിരഞ്ഞെടുക്കുക. വിശ്വാസം വരണ്ടതായി തോന്നുമ്പോൾ മാനസാന്തരം തിരഞ്ഞെടുക്കുക. അഹങ്കാരം ചെല്ലുമ്പോൾ വിശ്വസ്തത വിവാഹം പോലെയാണ്. വിവാഹദിനത്തിൽ തെളിയിക്കപ്പെടുന്നില്ല, പക്ഷേ താമസിക്കുന്ന വർഷങ്ങളിൽ. ദൈവം നമ്മുടെ വിശ്വസ്തതയ്ക്കായി കൊതിക്കുന്നു. പൂർണ്ണതയല്ല, മറിച്ച് സ്ഥിരോത്സാഹം. അതിനാൽ വചനം മൂർത്തമാകുന്നു. പ്രാർത്ഥിക്കുക.
ഇടയ്ക്കിടെയല്ല, മറിച്ച് അതിജീവനമായി. തിരുവെഴുത്തിലേക്ക് മടങ്ങുക. ജീവനുള്ള വചനം നിങ്ങളെ വായിക്കട്ടെ. കൂദാശകളോട് അടുത്തുനിൽക്കുക. അവ സഹിച്ചു നിൽക്കാൻ കൃപ വഹിക്കുന്നു. സഭയ്ക്കുള്ളിൽ തുടരുക. ആരും ഒറ്റയ്ക്ക് അവസാനിപ്പിക്കുന്നില്ല. ഓരോ ദിവസവും നിത്യതയ്ക്ക് പ്രധാനമാണെന്ന മട്ടിൽ ജീവിക്കുക. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. കർത്താവായ യേശുവേ, വരൂ. സഹോദരന്മാരെ, ആദിയിലായിരുന്ന വചനം ഇപ്പോൾ നമ്മോടൊപ്പം നടക്കുന്നു. നമ്മോടൊപ്പം വസിക്കാൻ അവൻ ജഡമായി. ശക്തിയിലായാലും ബലഹീനതയിലായാലും അതിരാവിലെയായാലും വൈകുമ്പോഴായാലും നമുക്ക് അവനോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കാം. അവസാന മണിക്കൂറിൽ വിശ്വസ്തരായി കാണപ്പെടുകയും ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ.